സതീശൻ സർക്കാരിൽ 5 മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പിച്ച മുസ്ലിം ലീഗ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉണ്ടായിരുന്ന 5 മന്ത്രിമാർ തന്നെ വേണമെന്ന ലീഗിന്റെ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു ക്യാബിനറ്റ് പദവി കൂടി വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുമെങ്കിലും കടുംപിടുത്തത്തിന് സാധ്യതയില്ല. നടന്നത് പ്രാഥമിക ചർച്ചകളെന്നും നാളെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും UDF യോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ന് ഞങ്ങളൊന്ന് കൂടി പിരിഞ്ഞു, അത്രയേ ഉള്ളൂ. ചർച്ച നാളെ തുടരും. ആ കാര്യങ്ങളൊക്കെ നാളെ പത്രക്കാരിൽ ഷെയർ ചെയ്താൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. സുജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS സുജിത്ത്, അപ്പോൾ അത് ഉറപ്പിച്ചിരിക്കുന്നു, 5 മന്ത്രിമാർ മുസ്ലിം ലീഗിലുണ്ടാവും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിന് സമാനമായി ഒരു ക്യാബിനറ്റ് പദവി കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് സാധ്യതയില്ല, അതല്ലേ മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ അരുൺ, ലീഗിനെ സംബന്ധിച്ച് 2011 തുല്യമായി 5 മന്ത്രിസ്ഥാനം തന്നെ ഇത്തവണയും അനുവദിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 2011 വ്യത്യസ്തമായി അവർക്ക് ഇത്തവണ 22 MLA-മാരുണ്ട്. 2011 20 MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ഘടകകക്ഷി എന്ന രീതിയിലുള്ള അംഗീകാരം കൂടി ലീഗിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം മലബാറിൽ മറ്റ് മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വിജയത്തിന് പിന്നിലും ലീഗിൻ്റെ വളരെ ശക്തമായ കരങ്ങളുണ്ട്. അതുകൊണ്ട് ലീഗിന് അർഹമായ പ്രാതിനിധ്യം എന്ന രീതിയിൽ 5 മന്ത്രിമാരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ 3 പേർ മലപ്പുറത്ത് നിന്നായിരിക്കും. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ മലപ്പുറത്ത് നിന്ന് പരിഗണിക്കപ്പെടുന്നു. മഞ്ഞളാംകുഴി അലിയെ കൂടി ഒരുപക്ഷെ ആ ഗണത്തിൽപ്പെടുത്തിയേക്കാം. അതുപോലെ പാലക്കാട്ട് നിന്ന് N ഷംസുദ്ദീൻ, കളമശ്ശേരി MLA ഗഫൂർ, അതുപോലെ കോഴിക്കോട്ട് നിന്നൊരാൾ എന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് പാറക്കൽ അബ്ദുള്ളയാണോ റസാഖ് മാഷാണോ എന്നറിയില്ല. കണ്ണൂരിലും കാസർഗോഡിനും കൂടി AKM അഷ്റഫിന്റെ പേര് പറയുന്നു. ഇങ്ങനെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ഏതായാലും 5 മന്ത്രിമാർ ലീഗിനുണ്ടാവും. ലീഗ് പരമ്പരാഗതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പുകൾ തന്നെയായിരിക്കും. 2011 5ാമത്തെ മന്ത്രി അനുവദിച്ചെങ്കിലും പ്രത്യേകമായൊരു വകുപ്പ് അധികമായി ലീഗിന് അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ഇത്തവണയും നേരത്തെ കൈവശം വെച്ചുകൊണ്ടിരുന്ന വകുപ്പുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അറിയുന്നത്. ഓക്കെ, താങ്ക് യു. VS സുജിത്താണ് വിവരങ്ങൾ നൽകിയത്.